ഞാൻ ബഹ്റിനിൽ വന്നത് ഒരു നിമിത്തമായ ഒരു ഭാഗ്യമായ ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഈ ചിത്രം കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഇത്രയും ഞാൻ സത്യം പറയുകയാണെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ പ്രതീക്ഷകളെ എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ചിത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിലൊരു എഴുത്തുകാരൻ്റെ, ഒരു സംവിധായകൻ്റെ, അഭിനയസിദ്ധിയുള്ള കുറേ കലാകാരന്മാരുടെ, കലാകാരികളുടെ, മധുസാർ പറഞ്ഞതുപോലെ വളരെ ഫ്രഷായ കുറേ കഥാപാത്രങ്ങളെയും സംവിധായകൻ്റെ എന്താണ് പറയുന്നത് ടച്ചുകളും എനിക്ക് കാണാൻ കഴിയും. ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രം പോരാ എന്ന് മധുസാറിന് തോന്നി എന്ന് പറയുന്നത് ഞാൻ ഈ ചിത്രത്തിൻ്റെ ഒരു മേന്മയായിട്ട് കാണുന്നു. ഇത് പ്രവാസികളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കഥകളാണ്. ഇന്ന് ഒട്ടേറെ ജനവിഭാഗങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് പല നാടുകളിൽ, അമേരിക്കയിലാവട്ടെ, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലാവട്ടെ, ആസ്ട്രേലിയയിലാവട്ടെ, ഒരുപാട് മലയാളികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതം നയിക്കുന്നുണ്ട്. അവർക്ക് ചിന്തിക്കാനും തെറ്റുകൾ തിരുത്താനും ഉള്ള ഒരു പ്രചോദനം ഒരു സംവിധായകൻ്റെ കാഴ്ചപ്പാടിൽ വിവിധ കഥാപാത്രങ്ങൾ നമ്മളുടെ കണ്ണിൽ വന്ന് അഭിനയിക്കുകയല്ല, ജീവിച്ചു പോകുന്നത് കണ്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഉള്ള ഒരു നല്ല സൃഷ്ടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അജിത് നായർ, ബഹ്റിനിലെ അജിത് നായർ ഭാവിയിലെ ഒരു നല്ല സംവിധായകനായി, നല്ല എഴുത്തുകാരനായി വളരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ബഹ്റിനിലെ മാത്രമല്ല മലയാള സിനിമയുടെ തന്നെ ഒരു ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു റോൾ മോഡലാക്കി വെച്ചൊരു സംവിധായകൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ചെറിയ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്.